നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അർഹതയുണ്ടായിട്ടും പെൻഷൻ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന പാർലം പഞ്ചായത്തിലെ പാർപ്പക്കടവ് ചീക്കോടൻ വീട്ടിൽ ഇട്ടൂലിയമ്മയ്ക്ക് കൈത്താങ്ങായി കോൺഗ്രസ്. പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുമെന്ന് പ്രവർത്തകരുടെ ഉറപ്പ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി സമർപ്പിച്ചു. പാർലം പഞ്ചായത്തിലെ 68-ാം നമ്പർ ശാസ്ത അംഗൻവാടി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നവനാൾ തിരുകർമ്മങ്ങൾക്ക് മുന്നോടിയായി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചേർപ്പ് SHO KO പ്രദീപ് നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ ഭക്തി സാന്ദ്രമായി. വാർത്തകൾ വിശദമായി. അർഹതയുണ്ടായിട്ടും പെൻഷൻ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന പാർലം പഞ്ചായത്തിലെ പാർപ്പക്കടവ് ചീക്കോടൻ വീട്ടിൽ ഇട്ടൂലിയമ്മയ്ക്ക് കൈത്താങ്ങായി കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി. പ്രതിമാസം 1000 രൂപ സഹായം നൽകുമെന്ന് പ്രവർത്തകർ ഉറപ്പു നൽകി. കൈരേഖകൾ മാഞ്ഞുപോയതോടെ ഇട്ടൂലിയമ്മ ആനുകൂല്യങ്ങൾക്ക് പുറത്തായ വാർത്തയറിഞ്ഞാണ് പ്രവർത്തകർ സഹായവുമായി എത്തിയത്. അർഹതയുണ്ടായിട്ടും വർഷങ്ങളായി ഇട്ടൂലിയമ്മയ്ക്ക് പെൻഷൻ ലഭിച്ചിരുന്നില്ല. റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്താനുമായിരുന്നില്ല. പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇട്ടൂലിയമ്മയ്ക്ക് കാഴ്ചയുമില്ല. ചീക്കോടൻ വീട്ടിൽ പരേതനായ ബാലന്റെ ഭാര്യ 85 വയസ്സുള്ള ഇട്ടൂലിയുടെ ദുരിതം കണ്ടറിഞ്ഞാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തകർ സഹായവുമായി എത്തിയത്. വയോധികയ്ക്ക് പെൻഷൻ ലഭിക്കുന്നതിനും റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നതിനും സഹായം നൽകുമെന്നറിയിച്ച പ്രവർത്തകർ പെൻഷൻ ശരിയാകുന്നതുവരെ പ്രതിമാസം 1000 രൂപ സഹായമായി നൽകുമെന്നും ഇട്ടൂലിയമ്മയ്ക്ക് ഉറപ്പു നൽകി. KR സിദ്ധാർത്ഥൻ, K നന്ദകുമാർ, VI ജോൺസൺ, പ്രിയൻ പെരിഞ്ചേരി, കുട്ടികൃഷ്ണൻ നടുവിൽ, ബിജു പെല്ലിശ്ശേരി, ടോമി പെല്ലിശ്ശേരി, ജോയ്സൺ ചൊവ്വൂർ, ജോൺസൺ മടത്തിപ്പറമ്പിൽ, ബൈജു സെന്റ് ജോൺ, സുരാ ചേർപ്പ് എന്നിവർ ഇട്ടൂലിയമ്മയെ സന്ദർശിച്ചു. ഇത് പെൻഷൻ കിട്ടേണ്ട കാര്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പറും പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അവരുടെ ഉദാസീനതയാണ് അവർ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഏറ്റെടുത്താണ് പെൻഷൻ കിട്ടേണ്ട കാര്യങ്ങളും പെൻഷൻ കിട്ടുന്നവരെ മാസം തോറും 1000 രൂപ കൊടുക്കാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചാണ്. അതിൻ്റെ ആദ്യപടി നിലയ്ക്ക് നമ്മളിവിടെ 1000 രൂപ കൊടുക്കണം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി സമർപ്പിച്ചു. പാർലം പഞ്ചായത്തിലെ 68-ാം നമ്പർ ശാസ്ത അംഗൻവാടി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇത് ഇത്രമണി സ്ഥലത്ത് ഒരു ചെറിയ അംഗനവാടി അല്ല വേണ്ടത്. നമുക്ക് ജനങ്ങൾക്ക് ഗുണകരമാക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ അകത്ത് ചെറിയ അമ്മമാർക്കുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായ തൊഴിൽ യൂണിറ്റ് ആരംഭിക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ പറയുന്ന സ്ഥലത്ത് സ്ഥലം മുകളിലോ ചോട്ടിലായാലും നമ്മുടെ ഇവിടെ വരുന്ന അംഗനവാടിയുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്ക് ഇരുന്ന് ഏത് രീതിയിലാണ് നമ്മൾ പഠനം നടത്തേണ്ടത്, തൊഴിൽ പഠിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അതിനാവശ്യമായ ഫണ്ട് ML എന്ന നിലയിൽ ഇന്നത്തെ വരാൻ പോകുന്ന 24, 25, 26 വർഷത്തെ ബഡ്ജറ്റിൽ ഇപ്പോൾ ബഡ്ജറ്റ് അടുത്ത ദിവസം നടത്താൻ പോകുന്ന നിയമസഭയിൽ ഏറ്റവും ഫസ്റ്റ് പേര് നമ്മുടെ അംഗനവാടിക്ക് പുറമെയുള്ള സ്ഥലത്ത് ഒരു വ്യവസായ യൂണിറ്റ് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും MLA ഫണ്ട് 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്മാർട്ട് അംഗൻവാടിയിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് എയർ കണ്ടീഷൻ, ആധുനിക രീതിയിലുള്ള മാറ്റ്, CCTV ക്യാമറ, സ്മാർട്ട് TV, കളിയുപകരണങ്ങൾ, സൗണ്ട് സിസ്റ്റം എന്നിവ ഒരുക്കിയിട്ടുള്ളത്. പാറളം പഞ്ചായത്തിലെ 23 അംഗൻവാടികളിൽ ആദ്യത്തെ ശീതീകരിച്ച അംഗൻവാടിയാണിത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥലത്താണ് ഈ അംഗനവാടിയില് ഇപ്പോൾ പ്രമോദ് മെമ്പർ നമ്മുടെ അടുത്ത് സംസാരിച്ചു, പറഞ്ഞു സ്മാർട്ട് അംഗനവാടിയാണ് ഈ ആദ്യത്തെ അംഗനവാടി. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. നമുക്ക് ഇപ്പോൾ മെമ്പർ അക്കമിട്ടിട്ട് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു AC, അതുപോലെ ഫ്രിഡ്ജ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, കുട്ടികൾ വീണ അപകടം പറ്റാതിരിക്കണം, മാറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് മെമ്പർ തന്നെയാണ്. നമ്മളതിന് സപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും തുടക്കം മുതൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഒരു വട്ടം ഇത് കരാറെടുത്തിട്ടുള്ള ആള് മുടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി.
എന്നിട്ട് രണ്ടാമത് അവിടെ തൊട്ട് മുതൽ തന്നെ നമുക്ക് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നിട്ട് പ്രമോദ് മെമ്പറുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുന്നത് വരെ അതിന്റെ പിന്നാലെ നിൽക്കും. എവിടെയാണോ ഇടപെടൽ നടത്തേണ്ടത് അല്ലെങ്കിൽ ആരാണ് ഇടപെടേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി നിർവഹിക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആഷ മാത്യൂസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K പ്രമോദ്, ജെയിംസ് പോൾ, വിദ്യാനന്ദനൻ, പഞ്ചായത്ത് മെമ്പർമാരായ ജൂബി മാത്യു, ലിജി PK, സിബി സുരേഷ്, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, പഞ്ചായത്ത് സെക്രട്ടറി VS രേഖ, ICDS സൂപ്പർവൈസർ നിത ജോൺ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അംഗൻവാടിയിലെ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. ടീം 86ന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നവനാൾ തിരുകർമ്മങ്ങൾക്ക് മുന്നോടിയായി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചേർപ്പ് SHO KO പ്രദീപ് നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ ഭക്തി സാന്ദ്രമായി. അതിനു മുൻപിൽ പുറകിലെ ആളുകൾ, അതിന് പുറകിലായിട്ട് ഓൾട്ടർ ബോയ്സിൻ്റെ മുൻപിലായിട്ട് സന്യസ്തർ നിന്നാൽ വളരെ നന്നായിരിക്കും. വൈകിട്ട് ലതീഞ്ഞ, നൊവേന, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ഫാദർ ഡേവിസ് ചെറിയത്ത് കാർമ്മികനായി. 18 മുതൽ 22 വരെയാണ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ രാവിലെ നടന്ന ലതീഞ്ഞ, നൊവേന, വിശുദ്ധ കുർബാന, അമ്പ്, വള, വെഞ്ചരിപ്പ് എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മാത്യു വെട്ടത്ത്, ഫാദർ ഡെന്നി താണിക്കൽ, ഫാദർ ചാക്കോ ചിറമൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പഴവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുപുറത്ത് എന്നിവർ കാർമ്മികരായി. ട്രസ്റ്റിമാരായ ആന്റോ മേക്കാട്ടുകുളം, ഡിനോ ദേവസി, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ സ്റ്റീഫൻ ലാസർ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗ്രീൻ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി നടത്തുന്ന തൃശൂർ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വയോജനങ്ങൾ തിരുവാതിരക്കളി, ഗാനങ്ങൾ അടക്കമുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ VA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ബാബു, സെക്രട്ടറി CC ജോസ്, TR ബാലസുബ്രഹ്മണ്യൻ, K ഗോവിന്ദൻകുട്ടി മേനോൻ, കൺവീനർ ഉഷ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ കുട്ടികൾക്കുള്ള ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കുട്ടികളുമായി സംവദിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ TS ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. 2023-24 വർഷത്തെ USS സ്കോളർഷിപ്പിൽ മികച്ച വിജയം നേടിയ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ 120 കുട്ടികളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃത്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ദേശീയപാതയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. തൃത്തല്ലൂർ സ്വദേശി മുളങ്ങൽ 28 വയസ്സുള്ള ജിനിലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ജിനിലിനെ ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7435 രൂപ, പവന് 59,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അർഹതയുണ്ടായിട്ടും പെൻഷൻ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന പാർലം പഞ്ചായത്തിലെ പാർപ്പക്കടവ് ചീക്കോടൻ വീട്ടിൽ ഇട്ടൂലിയമ്മയ്ക്ക് കൈത്താങ്ങായി കോൺഗ്രസ്. പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുമെന്ന് പ്രവർത്തകരുടെ ഉറപ്പ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി സമർപ്പിച്ചു. പാർലം പഞ്ചായത്തിലെ 68ാം നമ്പർ ശാസ്ത്ര അംഗൻവാടി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. നവനാൾ തിരുകർമ്മങ്ങൾക്ക് മുന്നോടിയായി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചേർപ്പ് SHO KO പ്രദീപ് നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ ഭക്തി സാന്ദ്രമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.